ഹലോ. അങ്ങനെ അജിത് കുമാറിന്റെ വിടാമുയർച്ചി കണ്ടിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ മകിഴി തിരുമേനി. ട്രെയിലറും ടീസറൊക്കെ വന്നപ്പോൾ തന്നെ ഒരു ഹോളിവുഡ് സ്റ്റൈലിലൊക്കെ ഒരു സംഭവമായിരുന്നു, ടച്ചായിരുന്നു. പക്ക ഒരു ഹോളിവുഡ് സ്റ്റൈലായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് മേക്കിംഗ് ഒക്കെ ഒരു ഹോളിവുഡ് പടം പോലെ, ഒരു സ്ലോ പീസിലൊക്കെ പോകുന്ന ഒരു ഹോളിവുഡ് പടം പോലെ തന്നെയാണ്. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പടം ഒട്ടും വർക്കായാലും ഒരു കൂതറ പടം എന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു അജിത്ത് ഫാനോ ഒരു അജിത്ത് ഹേറ്ററോ ഒന്നും അല്ല. അപ്പൊ ഇത് കണ്ടിട്ട് കുരുപട്ടി ഓരോന്ന് വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടേ. ഞാൻ ഒരു സാധാ ഒരു സിനിമ ആരാധകൻ എന്ന നിലയ്ക്കാണ് എല്ലാ പടവും കാണുന്നതും. എനിക്ക് പടം കാണുമ്പോൾ തോന്നുന്നതിന്റെ അഭിപ്രായമാണ് ഞാൻ ഇതിലൂടെ അറിയിക്കുന്നത്. കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് രക്ഷിക്കാൻ വേണ്ടി, പൊണ്ടാറ്റീനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നായകന്റെ ഒരു പടം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വിദേശത്ത് ഏതോ ഒരു മലയും ഒന്നും മാത്രം, റോഡ് മാത്രമുള്ള ഏതോ ഒരു പട്ടിക്കാട് പോലത്തെ ഒരു സ്ഥലം, വിദേശത്തെ ഏതോ രാജ്യം. അപ്പൊ അവിടെ പോയി കിടന്ന് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങളാണ് ഈ പടം. എന്തിനാണ് അവിടെ പോയെന്ന് വെച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. പാസം, പൊണ്ടാട്ടി പാസം, ഓവർ പാസം അല്ല, എന്നാലും അജിത്തും തൃശ്ശയും തമ്മിലുള്ള കെമിസ്ട്രി ഒന്നും, ഒരു കണക്ഷൻ, ഒരു ഫീല്, ഒരു ഇമ്പാക്ട്, ഒരു സുഖം നമുക്ക് ആ തമ്മിലുള്ള കോമ്പൗണ്ട് ഒന്നും കിട്ടുന്നില്ല. ഒരു സുഖമില്ല. വെറുതെ എന്തൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നു. അതിങ്ങനെ നമ്മളിരുന്ന് ഒരു ഇമ്പാക്ട്, ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ഒരു ഇതുമില്ല. ഇങ്ങനെ വെറുതെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഇങ്ങനെ കണ്ടിരുന്നിട്ട് എണീറ്റ് വരാം. അതുപോലത്തെ ഒരു സുഖം തരാത്ത ഒരു പടം. പിന്നെ ഇതിൻ്റെ അകത്ത് ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഫാൻസിന് വേണ്ടിയിട്ടല്ല ഈ പടം എടുത്തേക്കുന്നതല്ല. ഈ ഫാൻസിന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ കുത്തിരിയൊക്കെ പരിപാടി ചെയ്യും. ഇപ്പൊ വലിയ വലിയ സ്റ്റാർസിന്റെ എല്ലാ പടങ്ങളും നോക്കിയാലും അങ്ങനെ. അപ്പൊ ആ ഒരു പരിപാടി ഈ പടത്തിൽ പിടിച്ചില്ല. അതിന് ഡയറക്ടറിനെ സമ്മതിച്ചു, അജിത്തിനെ സമ്മതിച്ചു. ആ ഒരു സംഭവം ഒന്നും ചെയ്യാത്തതിന് അത് എനിക്ക് നന്നായിട്ട്, ആ ഒരു സംഭവം മാത്രം ഈ പടത്തിൽ പോസിറ്റീവായിട്ടും നന്നായിട്ട് നല്ലതെന്ന് പറയാൻ എനിക്ക് തോന്നിയ ഒറ്റ കാര്യം അതേ ഉള്ളൂ. മ്യൂസിക് അനിരുദ്ധ്. ടീച്ചറെ കണ്ടപ്പോൾ ഒരു കിടിലായിട്ട് വന്നു. അപ്പൊ പടത്തിൽ എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷ, ഒരു തേങ്ങയില്ല. പാടം തുടങ്ങോട്ട് അവസാനിക്കുന്ന ആ ഒരു സാധനമായിട്ട് ഇങ്ങനെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ഒരു ഇമ്പാക്റ്റോ ഒരു സുഖമോ ഒന്നും, ഒരു ഫീല്, മ്യൂസിക്കിന്റെ ഒക്കെ ഒരു പ്രസക്തിയും പടത്തിൽ ഫീൽ ചെയ്യുന്നില്ല. മ്യൂസിക് ഉണ്ടെന്ന് പോലും അറിയാൻ വയ്യ. നമ്മുടെ അർജുൻ, ആക്ഷൻ കിങ് അർജുൻ, എല്ലാരും ഉണ്ട്. ഒരു കാര്യമില്ല, എല്ലാരും ഉണ്ട് പടത്തിൽ, ഒരു കാര്യമില്ല. ഒരു സുഖം, ഒരു പടത്തിന് ഒരു സ്ഥലത്ത് പോലും ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ഒന്നും തരാൻ കഴിയുന്നില്ല. അടുത്തത് എന്താകും എന്താകും എന്നുള്ള ഒരു ത്രില്ലിങ്ങോ നമുക്ക് ഒരു ആകാംക്ഷ തോന്നുന്നു, അങ്ങനെ ഒന്നുമില്ല. അടുത്തത് എന്തായിരിക്കും നമുക്കറിയാം. പടത്തിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നുണ്ട് ട്രെയിലൊക്കെ, അതൊക്കെ നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റബിൾ ആണ്. എല്ലാം പടം ത്രൂ ഔട്ട് എന്താവും എന്നുള്ള കാര്യം നമുക്ക് മുമ്പേ അറിയാം. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാൻ ഡയറക്ടറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഒരു സ്ഥലത്തും പടം നമ്മൾ ത്രില്ലടിപ്പിക്കുകയോ എൻഗേജിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. പടം ഫസ്റ്റ് നമ്മൾ കാണാൻ കയറും തൊട്ട് എൻഡിങ് വരെ ഒരേ എക്സ്പ്രഷനിൽ നമ്മൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. നമുക്കൊരു ഗൂസ് ബംസ് മൊമെന്റ്സോ കൈയടിക്കാൻ തോന്നുന്ന സീൻസോ അങ്ങനെ ഒരു ഹൈ മൊമെന്റോ ഒന്നുമില്ല. പടം മൊത്തത്തിൽ ഫ്ലാറ്റ് അങ്ങനെ അങ്ങ് പോവാ. നമ്മൾ കണ്ടു തീരുമ്പോൾ എണീറ്റ് പോവാ, അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു കൊമേഴ്ഷ്യൽ പടം, തമിഴ്നാട് ഒരു കൊമേഴ്ഷ്യൽ പടം കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൈയടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നും. അങ്ങനത്തെ ഒന്നുമില്ല. മൊത്തത്തിൽ പറയാൻ ഒരു മലങ്ങളുടെ ഒരു മൂഞ്ച പടം, അത്രേ ഉള്ളൂ പറയാൻ എനിക്ക് വിടാൻ വിചാരിച്ചു.